നിങ്ങൾക്ക് കാൽമുട്ടിൽ വിട്ടുമാറാത്ത വേദന അനുഭവപ്പെടാറുണ്ടോ? പ്രത്യേകിച്ച് സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടും ഇടയ്ക്കിടയ്ക്ക് മുട്ടിൽ വേദന വരുന്നുണ്ട് എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കാൽപാദം കാരണമാവാം ഒരുപക്ഷെ നിങ്ങളുടെ മുട്ടിൽ വേദന ഉണ്ടാകുന്നത്. കാൽപാദത്തിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിലോ, നിങ്ങൾ നടക്കുന്ന പൊസിഷൻസ് ഗെയ്റ്റ് പാറ്റേൺ കറക്റ്റ് അല്ലെങ്കിലോ, ഇത് കാരണം മുട്ടിൻ്റെ മീഡിയൽ കമ്പാർട്ട്മെൻറ്റിലും ലാറ്ററൽ കമ്പാർട്ട്മെൻറ്റിലും ഒക്കെ കൂടുതലായിട്ട് ഫോഴ്സ് വരികയും അതുമൂലം മുട്ടിൽ വേദന വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ മുട്ടിലെ വേദനയ്ക്ക് സിംറ്റംസിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന മാറില്ല. കാരണം ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സിംറ്റംസ് കുറയും, പക്ഷെ അതിനുശേഷം വീണ്ടും ഈ വേദന തിരിച്ചെത്തും. അപ്പോൾ ഇവിടെ റൂട്ട് കോസ് മനസ്സിലാക്കണം. അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഈ വേദന എന്നേക്കുമായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാൽപാദത്തിൽ ഫ്ലാറ്റ് ഫുട്ട് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ കാഫ് മസിൽസിൽ ട്രിഗർ പോയിന്റ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലോ, ഫേഷ്യയിലൊക്കെ ടൈറ്റ്നസ് ഒക്കെ ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് മുട്ടിലും വേദന വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്താൽ മാത്രമേ എന്ത് റീസൺ കൊണ്ടാണ് ഈ മുട്ടുവേദന ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ റീഹാബ് പ്രോട്ടോക്കോളിലും പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ ഫാക്ടേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യത്തക്ക രീതിയിലുള്ള എക്സസൈസസ് ഉൾപ്പെടുത്തി വേണം നിങ്ങൾ സർജറി കഴിഞ്ഞ് ചെയ്യുന്ന എല്ലാ റീഹാബ് പ്രോട്ടോക്കോളും ചെയ്യാനായിട്ട്.